ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമൻ ഹനുമാനോട് പറഞ്ഞു, പവനാത്മജ, ഇനി നീ ഒരു കാര്യം കൂടി ചെയ്യണം. നീ പോയി ജനകാത്മജയെ കണ്ട് രാവണവധ വൃത്താന്തം അറിയിച്ച് അവളുടെ ഭാവവും മറുപടിയും എന്താണെന്ന് അറിഞ്ഞു വരണം. തൽക്ഷണം തന്നെ മാരുതി മൈഥിലിയുടെ സന്നിധിയിലെത്തി രാവണവധ വൃത്താന്തം അറിയിച്ചു. ദേവിയുടെ മറുപടി അറിഞ്ഞു വരാനാണ് അടിയനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. ആ സമയം ജനകാത്മജയ്ക്കുണ്ടായ സന്തോഷം എത്രയെന്ന് വർണ്ണിക്കുവാൻ വാക്കുകളില്ല. ഗദ്ഗത കണ്ഠയായി ആ സതീരത്നം പറഞ്ഞു, പുണ്യവാനായ വാനരവീര, വാദാത്മജ, ഞാൻ എന്തു പറയാനാണ്? പിന്നീട് ജനകാത്മജ പറഞ്ഞ ഹൃദയഭേദകമായ വചസ്സുകൾ അനിലപുത്രൻ അവനീന്ദ്രനന്ദനനെ ധരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ നീലോൽപ്പല നയനങ്ങളിൽ ബാഷ്പകണങ്ങൾ തുളുമ്പി. അദ്ദേഹം വിഭീഷണനെ വിളിച്ചു പറഞ്ഞു, ലങ്കേശ്വര, എൻ്റെ ആത്മവല്ലഭയെ കാണാനുള്ള മോഹം ഉള്ളിൽ തുടിക്കുന്നു. അങ്ങ് പോയി അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരൂ. രാമഭാഷിതം കേട്ട് തൊഴുതു വന്ദിച്ച് വിഭീഷണൻ മാരുതിയും ഒരുമിച്ച് അശോകാരാമത്തിൽ എത്തി. വൃദ്ധകളായ നക്തഞ്ചര സ്ത്രീകളെ കൊണ്ട് മുഗ്ധാംഗിയായ ജാനകി ദേവിയെ സുരഭില നിർമ്മല ജലത്തിൽ കുളിപ്പിച്ച് ദിവ്യമായ വസ്ത്രങ്ങളും ആഭരണ വിഭൂഷികളുമെല്ലാം അണിയിച്ച് സ്വർണ ഖചിത ദന്ത പല്ലക്കിലെടുപ്പിച്ച് ചെന്താമരാക്ഷന്റെ അന്തികത്തിലേക്ക് അമിതാനന്ദപൂർവം ആനയിച്ചു. വാമഹസ്തം കൊണ്ട് വായും പൊത്തി ദക്ഷിണഹസ്തത്തിൽ ഉടവാളും ഊരിപ്പിടിച്ച് അംഗരക്ഷകനായി വിഭീഷണൻ മുമ്പേ നടന്നു. ത്രിജട പല്ലക്കിൽ തൊട്ടുകൊണ്ട് പിറകിലും നടന്നു. മേളവാദ്യങ്ങളും ശംഖധ്വനികളും മുഴങ്ങി. മഹാലക്ഷ്മിയുടെ എഴുന്നള്ളത്ത്, സീതാദേവിയുടെ പള്ളിയാറാട്ട് എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹനുമാൻ ആ ശിബികത്തിന്റെ മുമ്പിൽ സാഷ്ടാംഗം ദണ്ഡ നമസ്കാരം ചെയ്ത് മന്ദമന്ദം പിറകോട്ടു നീങ്ങിക്കൊണ്ടിരുന്നു. വഴിനീളെ ജനാവലികൾ ദേവിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി തിങ്ങിക്കൂടി. വാനരവൃന്ദം മുമ്പോട്ട് തള്ളിക്കയറി. അപ്പോ സുഗ്രീവൻ അവരെ നിയന്ത്രിച്ചു. രാമഭദ്രൻ കൽപ്പിച്ചു, വേണ്ട സുഗ്രീവ, ആരെയും നിരോധിക്കേണ്ട. അവർ അവളെ കാണുവാൻ വേണ്ടി വളരെ ക്ലേശങ്ങൾ അനുഭവിച്ചവരല്ലേ, അവർ നല്ലവണ്ണം കണ്ടുകൊള്ളട്ടെ. ഓരോ വാനരനും സീതാദേവിയുടെ പല്ലക്കിനു മുമ്പിൽ എത്ര തവണ ദണ്ഡ നമസ്കാരം ചെയ്തു എന്ന് കണക്കില്ല. അങ്കദൻ, സുഗ്രീവൻ, ജാംബവാൻ, നളൻ, നീലൻ, സുഷേണൻ, മിന്ദൻ തുടങ്ങിയ പ്ലവക പ്രവരന്മാർ ഭക്തിപൂർവം പല്ലക്കിന്റെ മുമ്പിൽ എന്തെല്ലാം ചേഷ്ടകളാണ് കാണിച്ചതെന്ന് പറയാനും വാക്കുകളില്ല. ജാംബവാൻ ആ ശിബികം സഞ്ചരിച്ച വഴിയിലെ മണലുവാരി മേൽപോട്ടെറിഞ്ഞ് ശിരസിൽ ധരിച്ച് പുളകമണിഞ്ഞു. രാക്ഷസന്മാരും രാക്ഷസ സ്ത്രീകളും വാനരന്മാരോടൊപ്പം ജാനകീദേവിയെ കാണുവാൻ തടിച്ചുകൂടി. അവിടെ ആർക്കും വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പല്ലക്ക് രാമസന്നിധാനത്തിനടുത്തെത്തിയപ്പോൾ അംഗരക്ഷകത്വം വഹിച്ചിരുന്ന വിഭീഷണൻ ഉടവാൾ പൊക്കി തല കുനിച്ച് ബഹുമാനാദരവുകൾ പ്രകടിപ്പിച്ചു. അപ്പോൾ ലങ്കയിലെ സുമംഗലികളായ യാതുദാന തരുണികൾ പൊൻവിളക്കുകളും പൊൻതാലങ്ങളുമേന്തി ജാനകീദേവിയെ ആദരപൂർവം എതിരേറ്റു. ആ സമയം കൂട്ടമണികൾ മുഴങ്ങി. എതിരേൽപ്പിന് പ്രചോദനവും നേതൃത്വവും നൽകിയത് മണ്ഡോദരിയും ധന്യമാലയും സുലോചനയും കുംഭകർണ പത്നി ദൗഹിത്രിയും വിഭീഷണ പത്നി സരമയുമായിരുന്നു. ശ്രീരാമ സന്നിധാനത്തിന് അല്പം അകലത്തിലായപ്പോൾ പല്ലക്ക് നിർത്താൻ സീതാദേവി ആജ്ഞാപിച്ചു. അതിൽ നിന്നും ദേവി താഴെ ഇറങ്ങി വിഭീഷണനാൽ അനുഗതയായും വാനരന്മാരാലും രാക്ഷസ വനിതകളാലും വലയിതയായും കൂപ്പുകൈയോടെ അധോമുഖിയും വേപതു ഗാത്രിയുമായി മന്ദമന്ദം നടന്ന് പ്രാണവല്ലഭന്റെ തിരുമുമ്പിലെത്തി താണ് നമസ്കരിച്ചു.
നിർവികാരനായിരിക്കുന്ന രാമഭദ്രനെ കണ്ട് കാണികൾ അതിശയിച്ചു. ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ മുഖത്തേക്ക് സാവൂതം ഒന്ന് നോക്കി. അതിൽ യാതൊരു ഭാവവ്യത്യാസവും കാണാനായില്ല. തന്റെ ധർമ്മപത്നിയാണ് പാദത്തിൽ വന്ന് കമിഴ്ന്നു കിടക്കുന്നതെന്നുള്ള ഭാവം പോലും ആ മുഖത്ത് സ്ഫുരിച്ചില്ല. ഹനുമാന്റെ ആനനത്തിൽ വിഷാദത്തിന്റെ അന്ധകാരം നിഴൽ വീശി. വിഭീഷണൻ വിചലിത ഭീഷണചിത്തനായി. തന്റെ പ്രാണാർത്ഥമായി കരുതപ്പെട്ടിരുന്ന ധർമ്മപത്നിയെ കണ്ടിട്ട് യാതൊരു വികാരവും കൂടാതെ രാമചന്ദ്രൻ ധ്യാനനിരതൻ എന്ന പോലെ ഇരിക്കുന്നത് എന്താണെന്ന് എല്ലാവരും അല്ലലോടെ ആലോചിച്ചു. ത്രിജട സീതയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവളുടെ കണ്ണുനീർ തുടച്ചു. അപ്പോൾ സീത ചിന്തിച്ചു, രാവണന്റെ അധീനത്തിൽ ഇത്ര നാളും ജീവിച്ചതുകൊണ്ട് ആര്യപുത്രൻ എന്നെ ശങ്കിച്ചിരിക്കുകയാണ്. സീതയുടെ മാന്തളിർ മാനസത്തിൽ ഈ ദൃശ്യം ഒരു വേദനാത്മക ചിന്ത പൊന്തിയുയർന്നു. അവൾ സൗമിത്രിയെ നോക്കി സ്നേഹവാത്സല്യത്തോടെ പറഞ്ഞു, ലക്ഷ്മണ, ദയവ് ചെയ്ത് എനിക്കൊരു ചിതയുണ്ടാക്കി തരൂ. ഭർത്താവിനാൽ ശങ്കിക്കപ്പെടുന്ന പതിവ്രതയായ പത്നി ഒരിക്കലും ജീവിച്ചിരിക്കാൻ പാടില്ല. ആ ചിതയിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ആഹൂതി ചെയ്തു കൊള്ളാം. ഭർത്താവിനും മറ്റുള്ളവർക്കും വിശ്വാസത്തിന് വേണ്ടി ഞാൻ അപ്രകാരം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ പരിശുദ്ധയല്ലെങ്കിൽ പാവകൻ എന്നെ വിഴുങ്ങിക്കൊള്ളട്ടെ. അങ്ങനെ മൈഥിലിയുടെ അഭിലാഷമനുസരിച്ച് സുമിത്ര തനയൻ സുഗ്രീവാദികളുടെ സഹായത്തോടു കൂടി ഒരു വലിയ ചിത അവിടെ സജ്ജമാക്കി. അതിന് അഗ്നിയും കൊളുത്തി. തീ ആളിക്കത്താൻ തുടങ്ങി. സീതാദേവി പ്രാണേശ്വരനെ 3 പ്രദക്ഷിണം ചെയ്ത് അഞ്ജലിബദ്ധയായി ത്രിമൂർത്തികളെയും ത്രിദേവികളെയും ദേവന്മാരെയും താപസോത്തമന്മാരെയും ആദിത്യ ഭഗവാനെയും അഗ്നിദേവനെയും ഉള്ളത്തിൽ നല്ലവണ്ണം ധ്യാനിച്ചു. ഭർത്താവിനെയല്ലാതെ മറ്റൊരു പുരുഷനെ ഞാൻ മനസാ വാച കർമ്മണ മോഹിച്ചിട്ടില്ല. നിങ്ങളെല്ലാം അതിന് സാക്ഷികളാണ്. ആ പരമാർത്ഥം പാവകദേവ അങ്ങ് തന്നെ വെളിവാക്കി എൻ്റെ പാവന പാതിവൃത്യ ശുദ്ധി കാണിച്ചു തരണമേ. എന്നിൽ തെല്ലുപോലും കളങ്കമുണ്ടെങ്കിൽ അങ്ങയുടെ തീജ്വാലയിൽ ഞാൻ കരിഞ്ഞ് ചാമ്പലായിക്കൊള്ളട്ടെ. ധ്യാനത്തിനു ശേഷം ഇങ്ങനെ പ്രലപനം ചെയ്ത് ആ സാധ്വിമണി വഹ്നികുണ്ഠത്തിന് 3 വലത്തു വെച്ച് പ്രശോഭിതവദനയായി നിർഭയം അതിലേക്ക് കുതിച്ചു ചാടി. കാണികൾ സ്തംഭിച്ചു നിന്നുപോയി. പ്രപഞ്ചദേവത പ്രോജ്വല വാഹിനിയിൽ പ്രപതിച്ചതോടുകൂടി ലോകം നിസ്തന്ത്രമായി. ഇന്ദ്രൻ, വരുണൻ, യമൻ, കുബേരൻ തുടങ്ങിയ ദിക്പാലകന്മാരും ദേവസമൂഹവും വിരിഞ്ച മഹേശ്വരന്മാരും ലക്ഷ്മി, പാർവതി, സരസ്വതി എന്നീ ത്രിദേവിമാരും അപ്സര, ഗന്ധർവ, കിന്നര, കിംപുരുഷന്മാരും സർപ്പേശ്വരന്മാരും ബ്രഹ്മർഷി മുഖ്യരും ചാരണ ഗുഹ്യകന്മാരും സിദ്ധ സാധ്യന്മാരും നാരദ, തുമ്പുരു തുടങ്ങിയ ദിവ്യ ഗായക മുനികളും അടക്കിപ്പിടിച്ച ശ്വാസത്തോടെ അമ്പരദേശത്തിൽ വന്ന് അമ്പരപ്പോടെ നിന്നു. സായാഹ്ന ചിത്രഭാനു ചലനരഹിതനായി തീർന്നു. സീതാദേവി അഗ്നികുണ്ഠത്തിൽ അപ്രത്യക്ഷയായി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഭീതി സർവത്ര വ്യാപിച്ചു. നിരാമയനായ രാമൻ അപ്പോഴും നിർവികാരനായി തന്നെ ഇരിക്കുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ അത്ഭുതം, അഗ്നികുണ്ഠത്തിൽ നിന്നും തേജോരൂപിണിയായ സ്വാഹാദേവി അതിലും തേജസ്വിനിയായ ജനകാത്മജയെ മാറോട് ചേർത്ത് താങ്ങി പിടിച്ചുകൊണ്ട് പാവകദേവനാൽ അനുഗതയായി മേൽപോട്ടുയർന്നു. അഗ്നി ഭഗവാൻ തൻ്റെ പത്നിയായ സ്വാഹയിൽ നിന്നും സീതാദേവിയെ സ്വീകരിച്ച് രാമപാദാന്തികത്തിൽ സമർപ്പിച്ചുകൊണ്ടുണർത്തിച്ചു. പ്രഭോ, മാനവരൂപം പൂണ്ട മായാമാധവ, പരിശുദ്ധയായ ഭൂമിപുത്രിയെ ഞാനിതാ തിരിച്ചേൽപ്പിക്കുന്നു. ദേവിയുടെ പാതിവൃത്ത ശുദ്ധിയിൽ നിന്നും പ്രോജ്വലിച്ച ബടവാഹിനിയിൽ ഞാൻ പോലും ദഹിച്ചു പോകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അങ്ങ് സംശയിക്കേണ്ട, ദേവി ലോകോത്തര പരിശുദ്ധയായ പതിവ്രത ശിരോരത്നമാണ്. ദേവിയെ അങ്ങ് സ്വീകരിച്ചാലും. അഗ്നിദേവനും സ്വാഹയും തിരോധാനം ചെയ്തു. ആകാശത്തു നിന്നും മലർമഴ പെയ്തു. വാനരന്മാരും രക്ഷോവരന്മാരും ഭേദമന്യേ ജാനകി രാഘവ പൊൽപാദങ്ങളിൽ വീണ് രാമദേവ മഹാത്മ്യത്തെ സ്തുതിച്ചു. മാരുതി വെറുതെ നിൽക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. തൻ്റെ ഹൃദയവേദിയിൽ സീതാരാമന്മാരെ പ്രതിഷ്ഠിച്ച് പൂജിക്കുകയായിരുന്നു ആ ഭക്തോത്തമൻ. കണ്ണുനീരോടുകൂടി കമലനേത്രനായ രാമൻ സീതയെ വാരിയെടുത്ത് ഗാഠമായി പുണർന്ന് തൻ്റെ ഉത്സംഗത്തിലിരുത്തി.
രണ്ടുപേരും പരമാനന്ദം കൊണ്ട് വിതുമ്പിക്കരഞ്ഞു. അവരുടെ മുഖമണ്ഡലങ്ങളിൽ സന്തോഷത്തിന്റെ 2 പൊൻചെന്താമര സൂനങ്ങൾ ഒപ്പം പൊട്ടിവിരിഞ്ഞു. വാനവർ വീഥിയിൽ നിന്നിരുന്ന ദേവകളും മറ്റുള്ളവരും ആ കാഴ്ച കണ്ട് കൺകുളിർക്കെ ആനന്ദിച്ചുകൊണ്ട് സന്തുഷ്ടരായി മറഞ്ഞു. വാനവർനാഥനും വാസുകി ഭൂഷണനും വാരിജോത്ഭവനും അന്യന്മാർക്ക് അദൃശ്യമായ വിധം രാമചന്ദ്രനെ സന്ദർശിച്ച് സീതാമാഹാത്മ്യം പ്രകീർത്തിച്ച് അപ്രത്യക്ഷരായി. എല്ലാവരും പിരിഞ്ഞ ഉടനെ ലക്ഷ്മണൻ സീതാദേവിയുടെ സന്നിധിയിൽ വന്ന് താണു നമസ്കരിച്ചു. അവന്റെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അപ്പോൾ ദേവി ചോദിച്ചു, കുമാര, നിന്റെ കണ്ണുകൾ എന്താണ് നനഞ്ഞിരിക്കുന്നത്? ലക്ഷ്മണൻ പറഞ്ഞു, ഒന്നുമില്ല, സന്തോഷം കൊണ്ട് കരഞ്ഞു പോയെന്ന് മാത്രം. ജ്യേഷ്ഠൻ ദേവിയെ അറിയാത്ത മട്ടു ഭാവിച്ചപ്പോൾ എന്റെ ഹൃദയം പൊട്ടി. ഒരു ജീവച്ഛവമായി നിന്നുകൊണ്ടാണ് ഞാൻ ആ ചിതയൊരുക്കിയത്. അപ്പോൾ രാമൻ പറഞ്ഞു, ലക്ഷ്മണ, അതിലൊന്നും സങ്കടപ്പെടാനില്ല. ലോകത്തിൽ മനുഷ്യവേഷം പൂണ്ടു നാം ജനിച്ചു പോയില്ലേ? അപ്പോൾ മാനുഷികമായ ദുഃഖ ദുരിതങ്ങൾ നാം അനുഭവിക്കണം. സീത പരിശുദ്ധയാണെന്ന് എനിക്കറിയാം. എങ്കിലും ലോകബോധ്യത്തിനു വേണ്ടി അങ്ങനെ ഒരു പരീക്ഷ കൂടിയേ കഴിയൂ. സീത പറഞ്ഞു, കുമാര, നിന്റെ പ്രഭയാണ് ജ്യേഷ്ഠന്റെ പ്രകാശം. നിന്നെപ്പോലെ ഭ്രാതൃഭക്തിയുള്ള ഒരു അനുജൻ ലോകത്തിൽ എവിടെയും ഉണ്ടാവുകയില്ല. ത്യാഗമാണ് നിന്റെ ജീവിതം. നിനക്കെന്നും മംഗളമുണ്ടാകാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ സമയം വിഭീഷണൻ വന്ന് തൊഴുതുകൊണ്ട് അറിയിച്ചു, നിന്തിരുവടിയുടെ തൃപ്പാദ രേണുക്കളാൽ ലങ്ക സ്വർഗത്തേക്കാൾ മേന്മയുള്ളതായി തീർന്നിരിക്കുന്നു. അടിയന്റെ കിഷ്കിന്ധയും അങ്ങനെ തന്നെയാണ്. കേട്ടുകൊണ്ടു നിന്ന സുഗ്രീവൻ അത് ഏറ്റു പറഞ്ഞു. അടിയന്റെ ഹൃദയം വൈകുണ്ഠമായി തീർന്നിരിക്കുന്നു. ഹനുമാനും പ്രവചിച്ചു, വൈകുണ്ഠവും സത്യലോകവും കൈലാസവും ഒന്നായി നിന്തിരുവടിയുടെ സന്നിധിയിൽ അടിയൻ ദർശിച്ചു. ജാമ്പവാനും പ്രകീർത്തിച്ചു. അന്നത്തെ രാത്രി എല്ലാവരും പലതും പറഞ്ഞ് ഉല്ലാസപൂർവം അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് പ്രഭാതത്തിൽ രാമൻ ജാനകിയോട് പറഞ്ഞു, 14 വത്സരം തികയുന്ന സ്മരണീയ ദിവസമാണ് നാളെ. അപ്പോൾ സീത പറഞ്ഞു, എനിക്കത് ഓർമ്മയുണ്ട്. ആ വിവരം ആര്യപുത്രനെ ധരിപ്പിക്കുവാൻ ഞാൻ മാരുതിയോട് പ്രത്യേകം പറഞ്ഞയച്ചിരുന്നല്ലോ. രാമൻ പറഞ്ഞു, നാളത്തെ കഴിഞ്ഞ് അടുത്ത ദിവസം പുലർവേളയിലെങ്കിലും നാം അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ സ്നേഹമൂർത്തിയായ ഭരതൻ സത്യപ്രതിജ്ഞ അനുസരിച്ച് അഗ്നിപ്രവേശം ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഉടനെ പുറപ്പെടണം. രമാപതി ലക്ഷ്മണനോട് കൽപ്പിച്ചു, കുമാര, നിനക്ക് ഓർമ്മയുണ്ടോ? നാളെയാണ് 14 വർഷം തികയുന്ന ദിവസം. നാളെ നാം അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ അടുത്ത ദിവസം പ്രഭാതത്തിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും. നിശ്ചയമാണ്. അതുകൊണ്ട് നമുക്കുടനെ പുറപ്പെടണം. നാം വന്ന കാര്യം സർവവും സാധിച്ചു കഴിഞ്ഞല്ലോ. പോയി യാത്രയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം വേഗം ഒരുക്കുക. സൗമിത്രി യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാമഭദ്രന്റെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലക്ഷ്മണനിൽ നിന്നും വിഭീഷണൻ അറിഞ്ഞു. അവൻ ഭക്തിപൂർവം ദാശരഥിയുടെ മുമ്പിൽ തൊഴുതുണർത്തിച്ചു. സ്വാമിൻ, അവിടുന്ന് അയോധ്യയിലേക്ക് മടക്കയാത്രയാണെന്ന് കേട്ടു. കുളിച്ച് ആഡംബര വസ്ത്രങ്ങളും ധരിച്ച് നിന്തിരുവടിയും ദേവിയും ലക്ഷ്മണകുമാരനും ഇന്നത്തെ ഒരു ദിവസം കൊട്ടാരത്തിൽ എഴുന്നള്ളി അടിയന്റെ സൽക്കാരം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അടിയന്റെ ഒരാഗ്രഹമാണത്. ലിംഗാപതിയായി അടിയനെ വാഴിച്ച നിന്തിരുവടിയെ വേണം കൊട്ടാരത്തിൽ വെച്ച് ആദ്യമായി സൽക്കരിക്കാൻ എന്നൊരു മോഹം അടിയനുണ്ട്. അത് സാധിച്ചു തരുവാൻ കരുണ തോന്നണം. രാമൻ സ്നേഹസ്വരത്തിൽ പറഞ്ഞു, ലങ്കേശ്വര, അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഭക്തോത്തമനായ അങ്ങയുടെ സൽക്കാരത്തിൽ പങ്കുകൊള്ളാൻ ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഇന്ന് എനിക്കതിന് സാധ്യമല്ലാതെ വന്നിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ അടുത്ത അനുജനായ ഭരതൻ കനിഷ്ഠ സോദരനായ ശത്രുഘ്നും ഒരുമിച്ച് എന്നെയും പാർത്ത് അയോധ്യയിൽ സങ്കടത്തോടെ കഴിയുകയാണ്. നാളെ ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ അവൻ അഗ്നിപ്രവേശം ചെയ്യും. ഞങ്ങൾ തമ്മിലുള്ള സത്യപ്രതിജ്ഞ അതാണ്. അതുകൊണ്ടാണ് രാവണന്റെ ചിതയിലെ അഗ്നി കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പട്ടാഭിഷേകം ഞാൻ നടത്തിയത്. അതിനു പുറമെ 14 വർഷം കഴിഞ്ഞ് എൻ്റെ രാജ്യത്തിൽ തിരിച്ചു ചെല്ലുന്നത് വരെ യാതൊരു ആഡംബരത്തിലും സൽക്കാരത്തിലും പങ്കുകൊള്ളുകയോ യാതൊരു പുരത്തിലും കൊട്ടാരത്തിലും താമസിക്കുകയോ ചെയ്യുന്നതല്ലെന്ന് ഒരു ദൃഢസത്യം ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. കിഷ്കിന്ധയിലും ഞാൻ താമസിച്ചിട്ടില്ല. എന്നെ സൽക്കരിക്കുന്നതിന് പകരം എൻ്റെ കൂടെയുള്ള വാനരന്മാരെ അങ്ങ് സൽക്കരിക്കുക.
അവർക്ക് പ്രീതി ഉണ്ടായാൽ അത് എനിക്കും പ്രീതി തന്നെയാണ്. അവരെ അങ്ങ് സന്തോഷിപ്പിച്ച് സംതൃപ്തരാക്കൂ. വിഭീഷണൻ അപ്പോൾ തന്നെ വാനര സദ്യയ്ക്ക് വേണ്ടിയുള്ള വട്ടം കൂട്ടി. അനവധി രുചികരങ്ങളായ സാധനങ്ങളോട് കൂടിയ സദ്യയും മധുരപാനീയങ്ങളും വർണ്ണവസ്ത്രങ്ങളും ആഭരണ അലങ്കാരങ്ങളും നൽകി കവി സഞ്ജയങ്ങളെ വിഭീഷണൻ അത്യന്തം സന്തുഷ്ടരും സംതൃപ്തരുമാക്കി. അനന്തരം അവരെല്ലാവരും കൂടി വീണ്ടും രാമസന്നിധിയിൽ സമാഗതരായി. എന്താ മാരുതി, വിഭീഷണന്റെ സദ്യ കേമമായോ? സീതാദേവി സുസ്മേരവദനയായി ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, അടിയങ്ങളോട് നിന്തിരുവടിക്കുള്ള സ്നേഹവാത്സല്യവും ലങ്കാപതിയുടെ ദാനശീലവും കൂടി ചേർന്നപ്പോൾ സദ്യ അമൃതിന് തുല്യമായി തീർന്നു. അടിയന്റെ കഴുത്തിൽ കാണുന്ന ഈ പട്ടും ലങ്കാപതിയുടെ സമ്മാനമാണ്. രാമൻ പറഞ്ഞു, വിഭീഷണ, ഇനി യാത്രയുടെ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. വിഭീഷണൻ പറഞ്ഞു, പ്രഭോ, അതിനിത്ര വളരെ ആലോചിക്കാൻ എന്തിനാ? പുഷ്പക വിമാനത്തിൽ കയറി അവിടുന്ന് അയോധ്യയിലേക്ക് തിരിക്കുക. രാവണന്റെ പിൻഗാമി അടിയനാണെങ്കിലും ആ വിമാനത്തിൽ സഞ്ചരിക്കാനുള്ള പിൻഗാമി അടിയനല്ല. അതിനുള്ള യോഗ്യത അടിയനില്ല. ഒരു ഉപഹാരമായി അടിയനത് അവിടത്തേക്ക് ദാനം ചെയ്യുന്നു. സദയം അത് സ്വീകരിക്കണം. രാമൻ പറഞ്ഞു, വിഭീഷണ, ആ വിമാനം എനിക്കും ആവശ്യമില്ല. എങ്കിലും യാത്രയ്ക്ക് വേണ്ടി തൽക്കാലം ഞാനത് സ്വീകരിക്കാം. അയോധ്യയിൽ എത്തിയാൽ അത് തിരിച്ച് അളകാപുരിയിലേക്ക് അയക്കണം. അത് കുബേരനിൽ നിന്ന് അപഹരിച്ചെടുത്തതാണ്. ആയതിനാൽ അത് തിരിച്ച് അദ്ദേഹത്തിന് തന്നെ കിട്ടേണ്ടതാണ്. എല്ലാം നിന്തിരുവടിയുടെ അഭീഷ്ടമെന്ന് വിഭീഷണൻ പറഞ്ഞു. വിമാനം സമാഗതമായി. അതിലെ ഭദ്രദീപം തെളിഞ്ഞു. രാമൻ സീതാദേവിയുടെ കൈ പിടിച്ചുകൊണ്ട് വിമാനത്തിൽ കയറി. പിറകെ സൗമിത്രിയും പ്രവേശിച്ചു. തങ്ങളുടെ നാഥന്റെ വേർപാടിൽ അതീവ ദുഃഖിതരായി ലങ്കാനിവാസികളും വാനരന്മാരും നിറഞ്ഞ കണ്ണുകളോടെ ചുറ്റും വന്നു കൂടി നിന്നു. എല്ലാവരുടെ മുഖങ്ങളിലും അശ്രുമുത്തുകൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ആകെയൊരു വിഷാദമൂകത അവിടെ വ്യാപിച്ചു. ത്രിജട വിമാനത്തിന് വെളിയിൽ സീതയുടെ അരികത്തായി വന്നു നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ത്രിജടെ, നീ എന്തിനു കരയുന്നു? എനിക്ക് സാന്ത്വനമരുളി എന്നെ സമാശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന നിന്നെ പിടിഞ്ഞു ഞാൻ ഒരിക്കലും പോകുകയില്ല. നീ കൂടെ എന്നോട് ഒരുമിച്ച് വരണം. ഞാനതിന് അപേക്ഷിക്കുകയാണ്. നിന്നെ ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. ഇങ്ങനെ സാന്ത്വന വാക്കുകളൊക്കെ പറഞ്ഞ് മൈഥിലി ത്രിജടയെ കൈപിടിച്ച് വിമാനത്തിൽ കയറ്റി തൻ്റെ അരികത്തിരുത്തി. കവിളത്തൊരു കുളിർ ചുംബനവും അർപ്പിച്ചു. ആ സമയം രാമന്റെ നേർക്ക് തൊഴുതുകൊണ്ട വിഭീഷണൻ ഉണർത്തിച്ചു, നിന്തിരുവടിയുടെ അമ്മമാരെയും അനുജന്മാരെയും രാജ്യത്തെയും രാജധാനിയെയും കാണുവാൻ അടിയങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. രാമൻ പറഞ്ഞു, അങ്ങും കൂടി എന്നോട് ഒരുമിച്ച് വരിക. അതെനിക്ക് ഏറ്റവും അഭിമാനകരവും സന്തോഷപ്രദവുമാണ്. അങ്ങും ധർമ്മപത്നി സരമാദേവിയും കയറൂ. ഇനിയും ആർക്കെങ്കിലും വരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെല്ലാവരും വിമാനത്തിൽ കയറിക്കൊള്ളട്ടെ. സീതയെ, സരമാദേവി നിന്റെ കൂട്ടുകാരി ത്രിജടയുടെ അമ്മയാണ്, അറിയാമല്ലോ. അങ്ങനെ വിഭീഷണനും സരമയും അവരുടെ അംഗരക്ഷാ സേനകളും രക്ഷോപര പ്രധാനികളും സന്തോഷപൂർവ്വം വിമാനത്തിൽ പ്രവേശിച്ചു. മണ്ഡോദരിയും ധന്യമാലയും രാമനെ കൈവണങ്ങിക്കൊണ്ട് പറഞ്ഞു, നാഥ, അടിയങ്ങൾ വിധവകളാണ്. വിധവകൾ വിമാനത്തിൽ കയറുന്നത് ഉചിതമല്ല. പോരെങ്കിൽ വിമാനം നീങ്ങുകയുമില്ല. ആയതിനാൽ അടിയങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. രാമൻ പറഞ്ഞു, ധന്യാംഗികളെ, നിങ്ങൾ പോയി സമാധാനത്തോടെ ജീവിക്കൂ. ഈ ജീവിതം ശാശ്വതമല്ല, സന്തോഷത്തിന്റെ മലർമെത്തയുമല്ല. അതും നിങ്ങൾ ഓർമ്മിക്കണം. ദൈവചിന്തയോടെ നിങ്ങൾ ചിരകാലം വാഴുക. ദശകണ്ഠന്റെ പത്നിമാരെന്നുള്ള മഹനീയ സ്ഥാനം നിങ്ങളിൽ നിന്നും ഒരിക്കലും മായുകയില്ല. രാജമാതാക്കളായി, അമ്മ മഹാരാജ്ഞിമാരായി നിങ്ങൾ ഇവിടെ ജീവിക്കൂ. ഉത്തമനായ വിഭീഷണൻ നിങ്ങളെ ഒരിക്കലും ദ്രോഹിക്കുകയില്ല. ഇനിയൊരവസരത്തിൽ സൗകര്യം കിട്ടിയാൽ ഞാനും സീതയും കൂടി വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടുകൊള്ളാം. സന്തോഷമായി പോകൂ. രാവണൻ നിത്യമുക്തനായി കഴിഞ്ഞിരിക്കുകയാണ്, അത് ധരിച്ചുകൊള്ളൂ. ആ സമയം കുംഭകർണ പത്നിയായ ദൗഹിത്രിയും മേഘനാഥ പത്നിയായ സുലോചനയും വന്ന് രാമനെ കൈവണങ്ങി. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു, സാന്ത്വനപ്പെടുത്തി. മണ്ഡോദരി സീതയുടെ അടുത്ത് ചെന്ന്, മകളെ, എനിക്ക് മാപ്പ് തരണം എന്നപേക്ഷിച്ചു. സീത പറഞ്ഞു, അമ്മേ, അമ്മ എന്തു ദ്രോഹം ചെയ്തു എന്നോട് മാപ്പ് ചോദിക്കാൻ? ഒരു അമ്മയെപ്പോലെ ഞാൻ മണ്ഡോദരി ദേവിയെ കരുതുന്നു. വിഷമാവസ്ഥയിൽ അമ്മ എന്നെ സമാശ്വസിപ്പിച്ചതും എനിക്ക് ഓർമ്മയുണ്ട്. പോയി മനസ്സമാധാനത്തോടെ ജീവിക്കൂ. ഈ സീത അമ്മയുടെ ഒരു വാത്സല്യപുത്രിയെന്ന് അമ്മ കരുതിക്കൊള്ളൂ. മണ്ഡോദരിയോടും ധന്യമാലയോടും ദൗഹിത്രിയോടും സുലോചനയോടും രാമനും സീതയും യാത്ര പറഞ്ഞു.
വാനരന്മാർ ഹതാശരായി നിൽക്കുകയാണ്. രഘുപതി അർക്കസുതന്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, സുഗ്രീവ, അങ്ങേക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ വിമാനത്തിൽ കയറിക്കൊള്ളൂ. അതുപോലെ ആഞ്ജനേയ, എനിക്കും സീതയ്ക്കും നിന്നെ മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് നീയും വിമാനത്തിൽ കയറൂ. വൃദ്ധനായ ജാമ്പവാനും കയറിക്കൊള്ളട്ടെ. ഇളമുറ അങ്കദനും കൂടെ പോരട്ടെ. നീലനും നളനും സേതുബന്ധനം ചെയ്തവരാണ്, അവരും എൻ്റെ കൂടെ വരണം. ഇനിയും ആർക്കെല്ലാം വരണമോ അവരെല്ലാം കയറിക്കൊള്ളട്ടെ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരണമെന്നുള്ളതാണ് എൻ്റെയും അഭിമതം. തങ്ങളുടെ സ്വാമിയുടെ അനുവാദം ലഭിച്ച സന്തോഷത്തോടെ സുഗ്രീവൻ, ഹനുമാൻ, അങ്കദൻ, ജാമ്പവാൻ, നീലൻ, നളൻ, ദധിമുഖൻ, സുഷേണൻ, മിന്ദൻ തുടങ്ങിയ ഒട്ടനവധി കവിപുങ്കവന്മാർ വിമാനത്തിൽ സമാരൂഢരായി. എത്രയെത്ര യാത്രക്കാർ അതിൽ കയറുന്നുവോ അത്രയെത്ര ആ വിശിഷ്ടയാനം വിസ്തൃതമായിക്കൊണ്ടിരുന്നു. ബാക്കിയുള്ള മർക്കട സഞ്ചയം കിഷ്കിന്ധയിലേക്ക് പോയിക്കൊള്ളുവാൻ സുഗ്രീവൻ ആജ്ഞാപിച്ചു. രാമദേവന്റെ യാത്രാരംഭ സമയത്ത് ലങ്കയിലെ കൂട്ടമണി മുഴങ്ങി, ആചാരവെടികൾ പൊട്ടി. വിഭീഷണന്റെ കൽപ്പനയായിരുന്നു അത്. പുഷ്പകം പുഷ്കര വീതിയിലേക്കുയർന്ന് പൂർണ്ണചന്ദ്രബിംബം കണക്കെ പ്രശോഭിച്ചു. ബാക്കി നമുക്ക് നാളെ പറയാം.